ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നടന്ന പ്രകടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിന് മുൻവശത്തു നിന്ന് ആരംഭിച്ച പ്രകടനം നോർത്ത് കോട്ടച്ചേരി സത്യാഗ്രഹ പന്തലിൽ സമാപിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുക, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ദേശീയ സാമൂഹിക സുരക്ഷാ നിധി രൂപവൽക്കരിക്കുക, തൊഴിലും കൂലിയും സംരക്ഷിക്കുക, തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്നത് തടയുക, താൽക്കാലിക തൊഴിലാളികൾക്ക് കൂലിയും ആനുകൂല്യങ്ങളും നൽകുക, ഗ്രാറ്റുവിറ്റി തുക വർദ്ധിപ്പിക്കുക, എല്ലാവർക്കും പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, ബാങ്ക് ധനകാര്യ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനകൾ തുടങ്ങിയവർ സംയുക്തമായി പ്രകടനം നടത്തിയത്. തുടർന്ന് നടന്ന സത്യാഗ്രഹം CITU സംസ്ഥാന ട്രഷറർ KM സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയമായി ഗവൺമെന്റ് അനുകൂലിക്കുന്ന INTC അവർ പ്രതിനിധീകരിക്കുന്ന തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ മറ്റെല്ലാ സംഘടനയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നു. INTCയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹം എടുക്കുന്ന നിലപാട് എത്ര പ്രശംസിച്ചാലും മതിയാകാത്ത രൂപത്തിൽ വളരെ വളരെ ധീരമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്. അതിൽ INTCയെ പ്രത്യേകമായി പ്രശംസിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭക്ഷ്യധാന്യങ്ങൾ വില കുറഞ്ഞ ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് നൽകിയിരുന്ന സബ്സിഡി വലിയ തോതിൽ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇന്നിപ്പോ 27 കോടി മാത്രമാണ് ഗവൺമെന്റ് നൽകുന്ന സബ്സിഡി. ജനങ്ങളുടെ ഭക്ഷ്യാവശ്യം നിർവഹിക്കാൻ വേണ്ടി അവർക്ക് താങ്ങാൻ കഴിയുന്ന വിലക്ക് ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നില്ലെങ്കിലും കുറച്ചൊരു ആശ്വാസം ലഭിക്കത്തക്ക രൂപത്തിൽ ഭക്ഷ്യധാന്യങ്ങൾക്ക് നൽകിയിരുന്ന സബ്സിഡി ഗവൺമെന്റ് വെട്ടിച്ചുരുക്കി ഇപ്പോ 27 കോടി മാത്രമാകുമ്പോൾ ഇന്ത്യയില് മൻമോഹൻ സിംഗിന്റെ 2 ഗവൺമെന്റ് കാലത്തായി 21 ലക്ഷം കോടി രൂപയുടെ നികുതി സൗജന്യങ്ങൾ ഇന്ത്യയിലെ മുതലാളിമാർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ തൊഴിലാളികളുടെ സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൊത്തം തൊഴിലാളികൾ 15.5% കുറയുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം പരിശോധിച്ചാൽ 2004 13 ശതകോടീശ്വരന്മാരുണ്ടായ സ്ഥാനത്ത് ഇന്ന് 69 ശതകോടീശ്വരന്മാരായി അവർ വളർന്നിരിക്കുന്നു. ലോകത്തെ വൻകിട മുതലാളിമാരുടെ പട്ടികയിൽ ഇന്ത്യയിലെ 2 കുത്തക മുതലാളിമാർ അവർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് റിലയൻസ് മുതലാളി. ഈ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ കുത്തക മുതലാളി, ഏറ്റവും വലിയ സമ്പന്നൻ റിലയൻസ് മുതലാളിയാണ്. അയാൾക്ക് നൽകുന്ന സൗജന്യങ്ങൾ എന്തെല്ലാമാണ് കേന്ദ്ര ഗവൺമെന്റ്. ഈ രാജ്യത്തിലെ തൊഴിലാളികളുടെ പെൻഷൻ പോലും നാളെ വാർദ്ധക്യകാലത്ത് അവർക്ക് അവരുടെ ഭാവി ജീവിതത്തിന് ഉപകരിക്കുമെന്നൊരു ഉറപ്പില്ലാത്ത രൂപത്തിൽ ആ പെൻഷൻ ഫണ്ട് സുരക്ഷിതമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഗവൺമെന്റ് നീങ്ങുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട്. CITU നേതാക്കളായ അഡ്വക്കേറ്റ് P. അപ്പുകുട്ടൻ, AK നാരായണൻ, BMS നേതാവായ ദാമോദര പണിക്കർ, T. കൃഷ്ണൻ, ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.